ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സജ്ജയാണെങ്കിൽ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ ഏട്ടനും ഭർത്താവും തമ്മിൽ എന്താ വഴക്ക് എന്ന്. അതൊരു ചെറിയ വഴക്കാണ്, അവർ തമ്മിൽ മിണ്ടത്തേയില്ല. അവർ തമ്മിൽ വഴക്കാണെന്ന് വെച്ചിട്ട് എൻ്റെ ഏട്ടനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ വളർത്തി വലുതാക്കിയതും കല്യാണം കഴിപ്പിച്ചതൊക്കെ ഏട്ടനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സജ്ജി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഏട്ടനെ കാണാനാണല്ലോ പോകുന്നത്, അത് ഭർത്താവ് വിട്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, ഭർത്താവ് വിട്ടിട്ടൊന്നുമല്ല, ഞാൻ എത്ര തവണ കെഞ്ചി പറഞ്ഞെന്നറിയോ, എന്നോട് പോവണ്ട എന്ന് തന്നെയാ പറഞ്ഞത്. ഭർത്താവ് അറിയാതെയാ ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കണ്ടില്ലല്ലോ മിണ്ടിയില്ലല്ലോ എന്ന കുറ്റബോധം എൻ്റെ ജീവിതാവസാനം വരെ പിന്തുടരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം രേവതിയെ കുറെ പഴിച്ചതാണല്ലോ. അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഭർത്താവ് അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ല എന്ന്. പ്രശ്നമാവുന്നെങ്കിൽ പ്രശ്നമായിക്കോട്ടെ, എനിക്കിനി എൻ്റെ ഏട്ടനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഇടയിൽ കിടന്നേ ഞാനാണ് ഉരുകുന്നത്, അത് പെണ്ണായി പിറന്നതുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കട്ടോ. നമ്മുടെ രേവതിയുടെ അടുത്ത് പറയും, ശരത്ത് നിന്റെ അനിയനാണെങ്കിലേ ഞാൻ നിന്റെ ഭർത്താവാ, അത് നിനക്ക് ഓർമ്മയില്ല, ഞാനാരാ, ഞാൻ വെറും വേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി എന്തൊക്കെയാ സച്ചേട്ടാ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും ആ സ്ത്രീ പറയുന്നുണ്ട്, വീട്ടിലെ പുരുഷന്മാർക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്തും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, പെണ്ണുങ്ങൾക്കില്ല. അവരെങ്ങാനും പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ തോന്നിയ പോലെ നടക്കുന്ന സ്ത്രീയാ എന്നൊക്കെ പറയും. കഴുത്തിലൊരു താലി ഉണ്ടെന്ന് വെച്ച് സ്വന്തം ഏട്ടനെയോ അമ്മയോ അച്ഛനെയോ ഒക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ കൊള്ളുകയാണ് കേട്ടോ. എന്നിട്ട് ആ സ്ത്രീ ചോദിക്കും സച്ചിയുടെ അടുത്ത്, നിങ്ങൾ വിവാഹിതനാണോ എന്ന്. അതെ എന്ന് പറയുമ്പോൾ, നിങ്ങൾ വലിയ ഭാഗ്യവാനാ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ. ഞാൻ ആരാ എന്നറിയാതെ തന്നെ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കളഞ്ഞല്ലോ. ആണുങ്ങൾ എന്നും അവരുടെ കുടുംബത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, പെണ്ണുങ്ങളാണ് അവരുടെ കുടുംബം വിട്ടു വരുന്നത്. പക്ഷെ ആ വിഷമമൊന്നും ഭർത്താക്കന്മാര് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, സ്ത്രീകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്നവരാ. അവർക്ക് ആദ്യം കിട്ടിയതുപോലെ വെള്ളവും വളവും ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് അത് ഊഹിക്കാലോ. എന്നിട്ട് നമ്മുടെ സച്ചി അവരെ അടുത്ത് കരയണ്ടെന്നൊക്കെ പറയാണ്. പിന്നീട് നമ്മുടെ സച്ചി വണ്ടി റിപ്പയർ ആയിട്ടാണെന്ന് തോന്നുന്നു ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈച്ചയായിരിക്കും കേട്ടോ അത് നന്നാക്കുന്നേ. അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താ സച്ചി ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്, രേവതിയോട് പിണങ്ങിയാൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആണല്ലോ എന്ന്. അപ്പൊ നമ്മുടെ സച്ചി പറയും, ഞാൻ രേവതിയുടെ കാര്യം ഓർത്തിട്ടൊന്നല്ല, ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം ഓർത്തിട്ടാന്ന് പറയുമ്പോൾ, ഏത് പെൺകുട്ടിയെന്ന് ചോദിക്കും. എൻ്റെ കാറിൽ കൊണ്ടുവിട്ടില്ലേ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം, അതും രേവതി ഇന്നലെ പറഞ്ഞതും ആയിട്ട് നല്ല സാമ്യമുണ്ട്, എനിക്കത് മനസ്സിൽ കൊണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈച്ച പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ രേവതി ചോദിച്ചത് ശരിയല്ലേ, നീയും അവളുടെ അനിയനും പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ട് അവളുടെ അനിയനെ ഉപേക്ഷിക്കാൻ അവൾക്ക് പറ്റുമോ, നീ ഇന്നലെ ചോദിച്ചില്ലേ നിന്നെക്കാൾ സ്നേഹം അവനോടാണോ എന്ന്. ഇത്രയും കാലമായിട്ട് രേവതിയെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ സച്ചി, രേവതി പറഞ്ഞ തന്നെ ശരി, അവളുടെ ഭാഗത്താണ് ഞാൻ. അവളുടെ അനിയനെ നീ കുറ്റം പറയുമ്പോൾ നിന്റെ ഏട്ടൻ നല്ലതാണോ, നിന്റെ ഏട്ടൻ അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു പന്തലിൽ നിന്ന് ഓടിപ്പോയവനല്ലേ, എന്നിട്ട് നീ ചെന്ന് കല്യാണം കഴിച്ചതിന് ശേഷം നിന്നോട് അവന്റെ അടുത്ത് മിണ്ടരുത് എന്ന് അവള് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. പിന്നീട് ചോദിക്കും, നീയല്ലേ അവന് ഇപ്പോഴുള്ള ഷോപ്പ് എടുക്കാനുള്ള ഐഡിയ കൊടുത്തത്, അന്നേരം അവള് പറഞ്ഞിരുന്നോ ഇതൊന്നും ചെയ്തു കൊടുക്കണ്ട എന്ന്. ഇല്ലല്ലോ, അവന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ നിന്നോട് പോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അവള്, പകരം അവൾ എന്താ ചെയ്തേ, ഓടി നടത്തുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നോട് അച്ഛമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഈച്ച. നിന്റെ അമ്മയൊക്കെ എന്തോരം വഴക്ക് പറയുന്നോളെ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും അതൊന്നും കേട്ട് സഹിച്ചു നിൽക്കില്ല. എന്നിട്ട് നിന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം അവള് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് ആകെ ഒന്നും മിണ്ടാനില്ല കേട്ടോ. നിനക്കൊരു നിയമം അവൾക്കൊരു നിയമം, ഇതൊന്നും ശരിയല്ല സച്ചി. നിന്റെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ട് നിന്റെ കൂടെ നിൽക്കാതെ അവള് പോയോ, ഇല്ലല്ലോ. അവളുടെ അനിയനെ പോയി കാണരുതെന്ന് പറയാൻ നീ ആരടാ, നീ വരച്ച വരയിൽ തന്നെ നിൽക്കണം, അതിനപ്പുറത്തേക്ക് പോവരുത് എന്ന ഈ നിയമമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തെറ്റാണ് സച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ ഒരു വിഷമാണ്. എന്നിട്ട് ചോദിക്കും, ഞാൻ അങ്ങനെയൊക്കെ കരുതുന്നവനാണോടാ, നിനക്ക് ആ രേവതിയെ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് നീ കരുതിക്കോ. എന്നിട്ട് ഈച്ച പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ അവളെ കാണുന്നത് എങ്ങനെയാ, സ്വന്തം മകളെ പോലെയാ, അത് നീ ഓർക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നീയും ഇന്നലെ വന്ന ആ കുട്ടിയും ഒക്കെ പറഞ്ഞത് ഒന്ന് തന്നെയാണല്ലോ എന്ന്. അപ്പൊ നമ്മുടെ ഈച്ച പറയും, നിനക്ക് രേവതിയെ കിട്ടിയ വലിയ ഭാഗ്യാണ് എന്ന് തന്നെ നീ വെച്ചോ, നിനക്കിപ്പോ 2 കാറുണ്ട്, നിങ്ങളുടെ ആ വീടിന് മുകളിൽ
ഒരു റൂം കൂടെ കെട്ടാൻ വേണ്ടിയിട്ട് പോവാം. ഇതൊക്കെ അവള് കാരണം. അവളെ കല്യാണം കഴിച്ച നീ എത്രത്തോളം മാറിയെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ശരത്ത് ചെയ്തിരിക്കുന്ന തെറ്റ് അവളോട് പറയാതിരിക്കുന്നത് അവള് വിഷമിക്കുന്നു വെച്ചിട്ടല്ലേ നീ? അതുപോലെ തന്നെ മുന്നോട്ട് പോ. അവള് വിഷമിക്കുന്ന ഒരു പ്രവൃത്തിയും നീ ചെയ്യണ്ട. അപ്പൊ ഈച്ച പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, നീ അവളോട് പറഞ്ഞതൊക്കെ തെറ്റാണ് സച്ചി, ഇത് നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ശരിയാണ് നീ പറഞ്ഞത്. ആ ഓടിപ്പോയ എന്തൊക്കെ ചെയ്തെന്നറിയോ? എന്നിട്ട് ഒരു പരാതി പോലും എന്നോട് പറഞ്ഞില്ല. എൻ്റെ അമ്മ അവളെ വഴക്ക് പറയാത്ത ദിവസങ്ങളില്ല. അവളൊക്കെ മറച്ചു വെക്കാറ പതിവ്, എന്നോടൊന്നും പറയാറില്ല. എന്നിട്ടും ഞാൻ അവളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈച്ച പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ഇന്നലെ നീ പറഞ്ഞതൊക്കെ മറന്നിട്ട് വേണം ഇന്ന് നീ വീട്ടിലേക്ക് പോവാൻ. ആ പാവത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈച്ച അങ്ങ് പോവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് വരിക. ഹായ്, എന്താ ഒരു മണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പായസത്തിൻ്റെ മണമാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയും, ഇവിടുത്തെ അടുക്കളയിൽ നിന്നാ, അതിന് ഞാൻ പായസം ഉണ്ടാക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അതിന് ആൻറ്റിയുടെ ഓർഡർ അനുസരിച്ചിട്ടാണോ ഇവിടെ ഫുഡ് ഉണ്ടാക്കാറ് എന്ന് ചോദിക്കാം. അപ്പോഴേക്കും നമ്മുടെ രേവതി ആ പാത്രം കൊണ്ടുവരികയാണേ പായസത്തിൻ്റെ. ഹാവു, എൻ്റെ രേവതി ചേച്ചി, പായസം വിളമ്പാൻ റെഡി ആയോ എന്ന് ചോദിക്കുകയാണ്. അതിന് നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ പായസം ഉണ്ടാക്കിയെന്ന് രേവതി ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ടേ, അതിനിപ്പോൾ ചോദിക്കാൻ എന്തിരിക്കുന്നു, മണ അങ്ങ് റോഡ് വരെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കും, ആരാടി നിന്നോട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന്? എന്നോട് ഞാൻ തന്നെ എന്നങ്ങ് പറഞ്ഞതും വർഷ പറയും, കിടില മറുപടി ചേച്ചി. എന്നിട്ട് പറയും, സേമിയ പായസേ സച്ചിയേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നമ്മുടെ വർഷ പറയും, ആൻറ്റിയുടെ വായയും അടങ്ങി എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, ഓ അവൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് നടന്നത് തന്നെ എന്ന് പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, അതെ നീ ഇന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയൊന്നു, അതിന് സമയമായിട്ടില്ലല്ലോ എന്ന് പറയാണ്. എല്ലാത്തിനും ലേറ്റ്, ഞാനൊക്കെ കറക്റ്റ് സമയത്ത് ഭക്ഷണം തിന്ന് ശീലിച്ചതാ, എവിടെന്നെങ്കിലൊക്കെ വാരി വലിച്ച് തിന്നുവെന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കാകെ സങ്കടാവാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റി ചേച്ചി പറഞ്ഞല്ലോ രാത്രികളത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കോളാന്ന്, പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നേ? ആൻറ്റിക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ ആൻറ്റിക്ക് തന്നെ പോയി വെച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷേ എന്ന് പറയട്ടോ, ഇപ്പോൾ എനിക്കായ കുറ്റം എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ ആൻറ്റിക്ക് അത് കുറ്റാണ്, ചേച്ചിയുടെ ഭാഗത്ത് ഞാനൊരു കുറ്റവും കണ്ടില്ല, അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ ചിരിക്കുവേ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരികയാണ്. ഹായ്, പായസത്തിന് മണം എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മയെ ഞാൻ വരുമ്പോഴേ ഭയങ്കര ക്ഷീണം പിടിച്ചായിരുന്നു വന്നത്, ഈ പായസത്തിൻ്റെ മണം അടിച്ചതോട് കൂടിയിട്ട് ഞാനങ്ങ് ഉഷാറായി, അത് കാണുമ്പോഴും അതിൻ്റെ രുചി അറിയാനം എന്ന് വിചാരിക്കുമ്പോഴേക്കും എൻ്റെ വായിലേക്ക് നോക്കിയേ ഇതാ വെള്ളം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അമ്മ ഉണ്ടാക്കിയ പായസം വിളമ്പിത്താ അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞ കോമഡി കേട്ടോ, ഞാനിവിടെ വന്നിട്ട് കുറേ കാലമായി, ഇന്ന് വരെ ആൻറ്റി അടുക്കളയിൽ കയറുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല, ഇതേ ഉണ്ടാക്കിയത് രേവതി ചേച്ചിയാ, എന്നാൽ പിന്നെ വിളമ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും കൂടെ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി ചോദിക്കും, ശ്രീകാന്തും അച്ഛനൊക്കെ എവിടെയെന്ന്? അച്ഛനെ ഷുഗറാണ്, ശ്രീകാന്തിനെ പാൽപ്പായസം തീരെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ വരാൻ കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് പായസം ഇഷ്ടമല്ലാന്ന് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കേട്ടോ, ഞാനേ മധുരം കുറച്ചാണ് ഉണ്ടാക്കിയത് എന്ന്. എടുത്ത മോളെ, അല്ലെങ്കിൽ അതും കൂടി ഇവൻ കുടിച്ചു കളയുന്ന ശ്രുതിയെ നോക്കിയിട്ട് പറയുവാ. അങ്ങനെ എല്ലാവർക്കും രേവതി പായസം ഒഴിച്ചു കൊടുക്കുന്നു. എല്ലാവരും കുടിച്ചിട്ട് ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതിൽ എന്തൊക്കെയാ ചേർത്തതെന്ന്. ഓ അതിൽ സേമിയം തന്നെ, അവളെ അങ്ങ് എല്ലാവരും കൂടി ആനമുടിയിൽ കൊണ്ടെത്തിക്കണ്ട എന്ന് പറയാൻ ചന്ദ്ര. അപ്പം നമ്മുടെ വർഷ പറയും, ഞങ്ങൾ ആനമുടിയിലല്ല എവറസ്റ്റിൻ്റെ മുകളിൽ വരെ ചേച്ചിയെ അത്രയും കൈപ്പുണ്യം ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് ഉഗ്രനാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ചന്ദ്ര പറയും, എടി ഇതിനെന്തോ ഒരു പുളിപ്പുണ്ട്, നീ പാലിന് പകരം മോരാണോ ചേർത്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുടിക്കുകയാണേ. അത് കാണുമ്പോൾ രവി പറയും, പുളി ഉണ്ടെങ്കിൽ നീ കുടിക്കേണ്ട ചന്ദ്രേ എന്നങ്ങ് പറഞ്ഞത് ഏമ്പക്കം വിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ, ഓ ഇവരുടെ ഭർത്താവിൻ്റെ പിണക്കം മാറ്റം ഉണ്ടാക്കിയതല്ലേ, അപ്പം മധുരം കുറച്ച് കൂടും, ഇതിലൊരു തുള്ളി പോലും ഞാൻ ബാക്കി വെക്കത്തില്ല, ഇന്ന് അവന് പായസം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അവൻ ഇന്ന് ഇവിടെ പൊരിക്കും എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ വർഷയോട് കുറച്ചുകൂടെ ഒഴിക്കട്ടെ എന്ന് പറയും. വേണ്ടേച്ചി ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കുറേ എടുത്ത് കഴിക്കുന്നുണ്ട്. കൂടെ ശ്രുതിയും ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമ്മുടെ രേവതി സച്ചേട്ടൻ വന്നോന്നിങ്ങനെ
നോക്കുന്നുണ്ട്. എന്നിട്ട് ആ പായസത്തിന്റെ പാത്രം എടുത്ത് വെച്ച് സുധിയും ചന്ദ്രയും മാറി മാറി ഇങ്ങനെ കുടിക്കാട്ടോ. എല്ലാരും ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക. ആ സമയത്ത് രവി പറയുന്നുണ്ട്, ഇതുപോലെ കുടിച്ചാലേ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും, പണ്ട് കക്കൂസിന്ന് ഇറങ്ങാത്ത ഓർമ്മയില്ലേ എന്ന് ചോദിക്കാണ്. ഓ പിന്നെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആ ഗ്ലാസ് അവിടെ വെക്കും. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ, ആന്റി രവതി ചേച്ചിയെ വഴക്ക് പറഞ്ഞ അത്രയും കുടിക്കുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അത് വറ്റിച്ച് തീർക്കാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയും, ഓ ശ്രുതി ഇനി ഒന്ന് ഉറങ്ങിയേ വേണ്ടുള്ളൂ, പക്ഷെ ഞാൻ ഉറങ്ങിയാലും എന്നെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ, ഞാൻ രാത്രിയത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ ശ്രുതിയാണെങ്കിൽ, ഓ ഇതിനെന്തോ ഒരു പുളിയുണ്ട്, അതാണ് പുളിച്ച് തികട്ടുന്നത് എന്നൊക്കെ കുറ്റം പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ എണീറ്റ് പോകുന്നത്. അതിനുശേഷം ആ പാത്രം കാണുമ്പോൾ വർഷ പറയും, അയ്യോ ഇതിലെ പായസം എല്ലാം തീർന്നു പോയല്ലോ, ചേച്ചി സച്ചേട്ടനെ എടുത്തു വെച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് ആ സമയത്ത് വർഷ പറയും, ചേച്ചിക്ക് ഇതൊന്നും ശീലമല്ലല്ലോ, ഞാൻ പായസത്തിന് ഓർഡർ കൊടുക്കട്ടെ ചേച്ചി എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട വർഷ എന്ന് പറയണേ. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂട്ടി പോകുന്നു. ആ സമയത്ത് നമ്മുടെ രേവതി, എന്താ സച്ചേട്ടൻ വൈകി പോകുന്നത്, ഇതുവരെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണേ.